ഹായ് ഹലോ എല്ലാവർക്കും എജു പാത്തിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാം നിങ്ങൾ എടുത്താലും റീസണിങ്ങിൻ്റെ പാർട്ടിയിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും സിമ്പിളുമാണ്, എന്നാൽ നമ്മൾ കുറച്ചൊന്ന് കൺഫ്യൂഷൻ അടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഐറ്റമാണ് എന്ത് ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ രക്തബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് റിലേഷൻ ഉള്ളവർ മാത്രമേ ഇതിനകത്ത് വരൂ എന്ന് വിചാരിക്കരുത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ വൈഫ് അല്ലെ, ഒരാളുടെ വൈഫ് എന്ന് പറയുമ്പോൾ അയാളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്തില്ല, ബ്ലഡ് റിലേഷൻ ഉള്ള ഒരാളല്ല, പക്ഷെ വൈഫ് ഇവിടെ വരും. അതുപോലെ അമ്മായി, അച്ഛൻ, അമ്മായിയും അതുപോലത്തെ ബന്ധങ്ങളൊന്നും ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അതേസമയം നമ്മുടെ ലവർ, ബെസ്റ്റി അങ്ങനത്തെ കാറ്റഗറി ഒന്നും ബ്ലഡ് റിലേഷനിൽ വരില്ല. അപ്പൊ ആദ്യത്തെ കാറ്റഗറിയിൽ നമുക്ക് കുറച്ച് റിലേഷൻ പഠിക്കണം. അത്യാവശ്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും നോക്കുക. ഫാദറും മദറും അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും, മെയിൽ പേരന്റ്, ഫീമെയിൽ പേരന്റ്. ബ്രദർ എന്ന ടേം ഇംഗ്ലീഷിൽ ശരിക്കും നമ്മുടെ മെയിൽ സിബ്ലിങ്സിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതായത് നമ്മുടെ സ്വന്തം ബ്രദറിനെയോ മാത്രമേ എന്ത് പറയാറുള്ളൂ, നമ്മുടെ സ്വന്തം അമ്മയിലുണ്ടായ, സ്വന്തം അച്ഛൻ്റെ അമ്മയിലുണ്ടായ കൂടപ്പിറപ്പ് എന്ന് പറയില്ലേ, അവരെ മാത്രമാണ്, മെയിൽ സിബ്ലിങ്സിനെ മാത്രമാണ് ബ്രദർ എന്ന് പറയാം. നമ്മൾ പൊതുവെ എല്ലാവരെയും ബ്രദർ എന്ന് വിളിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ അച്ഛനൊരു ചേട്ടനുണ്ട്, അയാൾക്കൊരു മോനുണ്ടെങ്കിലും അതും നമ്മുടെ ബ്രദർ ആയിരിക്കും. അല്ലെ, അമ്മക്ക് ഒരു ബ്രദർ ഉണ്ട്, അവർക്ക് മോനുണ്ടെങ്കിൽ അവർ നമ്മുടെ ബ്രദർ, നമ്മൾ പൊതുവെ ബ്രദറാണ് ചേട്ടൻ എന്നൊക്കെ പറയുമെങ്കിലും ശരിക്കും ബ്രദർ എന്ന ടേം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് മെയിൽ സിബ്ലിങ്സ് അല്ലെങ്കിൽ ഒരേ പേരന്റിൽ നിന്നുള്ള മക്കൾക്കാണ് എന്ത് പറയാ, ബ്രദർ എന്ന് പറയാം. അതുപോലെ തന്നെ സിസ്റ്റർ എന്നാണ് പറയുന്നതെങ്കിലും അതും ഫീമെയിൽ സിബ്ലിംഗ് ആണ്, അതായത് സെയിം പേരന്റ് ആയിരിക്കണം. ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന കാറ്റഗറി വരുമല്ലോ, അതായത് ഈ പറഞ്ഞ അച്ഛൻ്റെ സഹോദരങ്ങളുടെ മക്കളുണ്ടാവും, അമ്മയുടെ സഹോദരങ്ങളുടെ മക്കളുണ്ടാവും, അവരെയൊക്കെ നമ്മൾ കസിൻ ബ്രദർ അല്ലെങ്കിൽ കസിൻ സിസ്റ്റർ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്കാണ് മാറ്റം. നമ്മൾ പൊതുവെ എല്ലാവരെയും ചേട്ടൻ, ചേച്ചി അല്ല അങ്ങനെ ഒരു ഇതാണ് നമ്മൾ മലയാളത്തിൽ വിളിക്കുക. അപ്പൊ മലയാളത്തിൽ വിളിക്കുമ്പോൾ ബ്രദറും സിസ്റ്ററും ആ ഒരു കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. മലയാളത്തിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും സഹോദരൻ എന്ന വേർഡ് കണ്ടാൽ അവരാരും ആ കാറ്റഗറിയിൽ പെടില്ല. കാരണം അവരൊക്കെ നമുക്ക് സഹോദര സ്ഥാനം മാത്രമാണ് ഉള്ളത്. അക്കോർഡിംഗ് ടു ബ്ലഡ് റിലേഷൻ അവരെന്തല്ല, നമ്മുടെ സ്വന്തം ബ്രദർ എന്ന് പറയുന്ന കാറ്റഗറി അല്ല, അല്ലെങ്കിൽ സഹോദരൻ എന്ന് പറയുന്ന ആള് അല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതൊക്കെ കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ ആ കാറ്റഗറിയിലാണ് പോവുക. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക, ബ്രദർ അല്ലെങ്കിൽ സഹോദരൻ, സിസ്റ്റർ അല്ലെങ്കിൽ സഹോദരി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും, അതായത് നമ്മളുടെ എന്താ പറയാ, അമ്മയുടെ വയറ്റിൽ തന്നെ ജനിക്കണമെന്ന് പറയില്ലേ, അങ്ങനെയുള്ളവരെ മാത്രമേ സ്വന്തം എന്തായിട്ട് ബ്രദർ സിസ്റ്റർ എന്ന ടേം വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ അച്ഛൻ്റെ എന്താ പറയാ വകര റിലേഷൻസ് ഉള്ള ബ്രദറോ അല്ലെ, അങ്ങനെ വരുന്ന ബ്രദറും സിസ്റ്റർ റിലേഷൻസ് ഉണ്ടല്ലോ, അവരെയൊക്കെ കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ മാറ്റുക. അത് എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ പറയാ സണ്ണ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ഉണ്ടാവുന്ന കുട്ടി അല്ലെ. നമ്മുടെ ഇപ്പൊ എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ സൺ അല്ല. ഇപ്പൊ എനിക്കിത് മോനെ പോലെയാണ്. ഇപ്പൊ നമ്മൾ ഈ മലയാളത്തിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം മരുമകൻ ഉണ്ട് എന്ന് വിചാരിക്കുക, എനിക്കൊരു മരുമകൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പൊതുവെ ഇതിൻ്റെ മരുമകനാണെന്നല്ല പരിചയപ്പെടുത്തുക അല്ലെ, ഇതിൻ്റെ മോനാണെന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും പരിചയപ്പെടുത്തുക. പക്ഷെ ആ മലയാളം ടേം നമ്മൾ എന്താ പറയുക, ബ്ലഡ് റിലേഷൻ വരുമ്പോൾ തൽക്കാലം മലയാളത്തിലാണെങ്കിൽ കൂടെ മാറ്റി വെക്കുക. മകനും മരുമകനും രണ്ടാണ്. അതുപോലെ മകള് മരുമകള് കൺസെപ്റ്റൊക്കെ കൃത്യമായിട്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ പറയേണ്ടി വരും. അല്ല, ഇപ്പം ഒരു മോനുള്ള ഒരു വീടാന്ന് വിചാരിക്കാം, അവൻ അച്ഛനും അമ്മയ്ക്കും ഒരു മോനേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അവൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഒരു പെണ്ണിനെ അവർ മരുമകളൊന്നും ഒരിക്കലും പറയില്ല, അവര് മോളെന്നേ പറയുള്ളൂ, ഇതെന്റെ മോള് തന്നെയാണെന്നൊക്കെ പറയുള്ളൂ. അത് പറച്ചില് മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. ബ്ലഡ് റിലേഷൻ പ്രകാരം അത് അവരുടെ മോന്റെ ഭാര്യ അല്ലെങ്കിൽ മരുമകൾ അല്ലെങ്കിൽ ഡോട്ടർ ഇല്ലോ എന്നൊരു കാറ്റഗറി ഇല്ലേ. അപ്പൊ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക, സൺ എന്ന് പറഞ്ഞാൽ മോൻ അല്ലെങ്കിൽ മകൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം മോനായിരിക്കും. മോനെ പോലെ കരുതുന്ന ആരും ആ കാറ്റഗറിയിൽ വരില്ല. ഓക്കെ അല്ലേ? ഇപ്പൊ ഇത് കാണുന്ന സമയത്ത് ചിലർക്ക് വിചാരിക്കും ഇയാൾ എന്ത് വർത്തമാനം പറയുന്നതെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല, ഈ രീതിയിൽ തന്നെ ചിന്തിച്ചിരിക്കാം. അതുപോലെ മോള് അല്ലെങ്കിൽ ഡോട്ടർ എന്ന് പറഞ്ഞാലും നമ്മളുടെ സ്വന്തം മോള് മാത്രമേ ആ കാറ്റഗറി വരിള്ളൂ. അപ്പൊ ഈ റിലേഷനിൽ ഫാദറും മദറും ഡൗട്ട് ആർക്കും ഉണ്ടാവില്ല. കാരണം അത് നമ്മൾ അത്ര സ്വന്തം അച്ഛനമ്മ, ഈ ഒരു രണ്ട് കാര്യം ഓർത്തിരിക്കുക. ഈ ബ്രദർ സിസ്റ്റർ എന്നുള്ള റിലേഷൻ ഓർത്തിരിക്കുക. നമ്മളുടെ സ്വന്തം ബ്രദറും സിസ്റ്ററും മാത്രമേ ആ കാറ്റഗറി വരുള്ളൂ. അതുപോലെ സണ്ണും ഡോട്ടറും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മകളും മകനും എന്നുള്ള കാറ്റഗറിയും നമ്മുടെ സ്വന്തമാണെങ്കിൽ മാത്രമേ സണ്ണെന്നോ ഡോട്ടർ എന്നോ വിളിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, നോക്കിയേ. ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അപ്പാപ്പൻ എന്നൊക്കെ വിളിക്കുന്ന കാറ്റഗറി, അപ്പൂപ്പൻ അപ്പാപ്പൻ എന്നൊക്കെ വിളിക്കുന്ന കാറ്റഗറി. ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. അതായത് അമ്മയുടെ അച്ഛനും നമുക്ക് എന്താണ്, ഗ്രാൻഡ് ഫാദർ ആണ്. അതുപോലെ
അച്ഛൻ്റെ അച്ഛനും എന്താണ്? ഗ്രാൻഡ് ഫാദർ ആണ്. രണ്ട് ഫാദർ സൈഡും മദർ സൈഡും, അതാണ് ഞാൻ ഇവിടെ രണ്ടായിട്ട് എഴുതിയിട്ടുണ്ട്, ഫാദർ സൈഡും മദർ സൈഡും. ഓക്കെ അല്ലേ? ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ അത് അച്ഛൻ്റെ അച്ഛനായാലും ഗ്രാൻഡ് ഫാദർ ആണ്, അമ്മയുടെ അച്ഛനായാലും എന്താണ്? ഗ്രാൻഡ് ഫാദർ ആണ് അല്ലേ? അപ്പൊ നമ്മൾ അത് ഞാൻ പറയാം, മലയാളത്തിൽ ചില സ്പെസിഫിക് ടൈം ഉണ്ട്. ചിലർ അച്ഛൻ്റെ അച്ഛനെ വിളിക്കുന്ന പേരാവില്ല അമ്മയുടെ അച്ഛനെ വിളിക്കണേ, അല്ല അച്ചാച്ചൻ എന്ന് വിളിക്കാറുണ്ട്, അമ്മയുടെ അച്ഛനെ വേറെ ആയിരിക്കും വിളിക്കുക. അങ്ങനെയുള്ള കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എല്ലാം എന്താണ്? ഈ മലയാളത്തിലെ എക്സാക്ട് മുത്തച്ഛൻ എന്നൊരു ടേം പറഞ്ഞാൽ, അപ്പൂപ്പൻ എന്നൊരു ടേം പറയുകയാണെങ്കിൽ അത് അച്ഛൻ്റെ അച്ഛനും അതിൻ്റെ അകത്ത് വിടും, അമ്മയുടെ അച്ഛനും വിടും. അതുപോലെ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ അല്ലെ, നമ്മുടെ അമ്മാമ്മ എന്ന് പറയുന്ന കാറ്റഗറി, ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ അവിടെയും അച്ഛൻ്റെ അമ്മയും പെടും, അമ്മയുടെ അമ്മയും പെടും. ഇപ്പൊ രണ്ട് പറഞ്ഞാലും കോമൺ ആയിട്ട് എന്ത് ടൈമേ യൂസ് ചെയ്യുള്ളൂ? ഗ്രാൻഡ് മദർ എന്നുള്ളൊരു ടൈമേ ഉള്ളൂ. കാരണം അതൊക്കെ ഈ മലയാളത്തിൽ എടുത്ത് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അത് പലരെയും പല രീതിയിലായിരിക്കും വിളിക്കുക. കാരണം നമ്മൾക്ക് മലയാളത്തിൽ പല ടേമുകളാണ് അല്ലെ. അച്ഛൻ്റെ അച്ഛന് വേറൊരു ടേം ആയിരിക്കും, അമ്മയുടെ അച്ഛന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം വേറെ ആയിരിക്കും. അത് നമ്മൾ വിളിക്കാൻ മാത്രമാണ് ഒഫീഷ്യലി അങ്ങനെ ഒരു ടേം വിളിക്കുക അല്ലെ. നമ്മൾ ടെക്നിക്കൽ ടേം പറയുകയാണെങ്കിൽ എല്ലാം സെയിം തന്നെയാണ്. മുത്തശ്ശൻ മുത്തശ്ശി ആ ഒരു കാറ്റഗറി, അല്ലെങ്കിൽ അമ്മുമ്മ അപ്പൂപ്പൻ ആ കാറ്റഗറി തന്നെയാണ്. അതിപ്പോൾ അച്ഛൻ്റെ അച്ഛനായാലും ശരി അമ്മയുടെ അച്ഛനായാലും ശരി കോമൺ ആയിട്ട് അപ്പൂപ്പൻ തന്നെയാണ്. അമ്മയുടെ അമ്മയായാലും അച്ഛൻ്റെ അമ്മയായാലും കോമൺ ആയിട്ട് എന്ത് തന്നെയാണ്? ആ അമ്മുമ്മ തന്നെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ വരുന്നതാണ് അങ്കിൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി അല്ലെ. അങ്കിൾ നമ്മൾ മാമൻ എന്നൊക്കെ പറയുന്ന കാറ്റഗറി. അവിടെയും ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ മാമൻ എന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്കിൾ എന്ന കോൺസെപ്റ്റ് നമ്മൾ കണ്ടേക്കുന്നത് എവിടെയാണ്? നമ്മുടെ അമ്മയുടെ സഹോദരങ്ങളെ അല്ലെ, അമ്മയുടെ സഹോദരങ്ങളെയാണ് പൊതുവെ നമ്മൾ എന്ത് പറയാ? മാമൻ എന്ന് പറയാം. മാമൻ എന്ന ടേം കറക്റ്റ് നമ്മൾ മലയാളത്തിൽ അതാണ്, അമ്മയുടെ സഹോദരങ്ങളെ വിളിക്കുന്ന ടേം ആയിരിക്കാം. പക്ഷെ അങ്കിൾ എന്ന ടേം ഒരിക്കലും അമ്മയുടെ സഹോദരങ്ങൾക്ക് മാത്രമല്ല വരിക. മനസ്സിലാവുന്നുണ്ടോ? അമ്മയുടെ സഹോദരങ്ങളെയും അങ്കിൾ എന്ന് വിളിക്കാം, അച്ഛൻ്റെ സഹോദരങ്ങളെ എന്ത് വിളിക്കാം? അമ്മ എന്ന് മാമനല്ല അങ്കിൾ എന്ന് വിളിക്കാൻ പറ്റും അല്ലെ. അമ്മയുടെ സഹോദരങ്ങളും അങ്കിളാണ്, അച്ഛൻ്റെ സഹോദരങ്ങളും അങ്കിളാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മളുടെ അച്ഛനൊരു സിസ്റ്റർ ഉണ്ട് എന്ന് വിചാരിക്കാം. അച്ഛന് പെങ്ങന്മാരുണ്ടായിരിക്കുമല്ലോ. ഈ അച്ഛൻ്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡും നമുക്ക് ആരാണ്? അങ്കിളാണ് അല്ലെ. നമ്മൾ അച്ഛനൊരു സിസ്റ്റർ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ആന്റി ആണെന്ന് നമുക്കറിയാം. ആ അച്ഛൻ്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആരാണ്? നമുക്ക് ഉറപ്പായിട്ടും അങ്കിൾ ആയിരിക്കും. അതുപോലെ അമ്മയ്ക്ക് സഹോദരങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക, സഹോദരിമാരുണ്ട് എന്ന് വിചാരിക്കുക, അമ്മയ്ക്ക് ഒരു ചേച്ചിയോ അനിയത്തിയോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അവരുടെ ഹസ്ബൻഡും ഏത് കാറ്റഗറിയിൽ പെടും? ഈ പറയുന്ന അങ്കിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരിക്കും വരിക. അടുത്താണ് ഓണ്ട് എന്ന് എഴുതിയേക്കണേ. ഓണ്ട് എന്നാണ് പറയുമെങ്കിൽ നമ്മൾ ആന്റി എന്ന് വിളിക്കുന്ന സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയും ശ്രദ്ധിക്കുക, അവിടെയും ആരൊക്കെ പറയാം? അച്ഛൻ്റെ സഹോദരിമാരും ആന്റി എന്ന കാറ്റഗറിയിൽ പെടും, അമ്മയുടെ സഹോദരിമാരും ഏതിൽ പെടും? ആന്റി എന്ന കാറ്റഗറിയിൽ പെടും. അച്ഛൻ്റെ സഹോദരിമാരും അമ്മയുടെ സഹോദരിമാരും ഏതിൽ പെടും? ഈ പറയുന്ന ആന്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടും. അപ്പൊ ഇവിടെയും കൺഫ്യൂഷൻ ഞാൻ പറയുന്ന മലയാളത്തിലെ എക്സാക്ട് ടേം ഒന്ന് ഓർത്തിരിക്കുക. ഈ മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ ഇതേ ഉള്ളൂ. അമ്മയുടെ അച്ഛനായാലും അച്ഛൻ്റെ അച്ഛനായാലും അത് മുത്തശ്ശൻ തന്നെയാണ്. അല്ലാതെ നമ്മൾ മലയാളത്തിൽ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരുകൾ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരരുത്. എൻ്റെ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ അച്ഛനെയാണ് ഞാൻ അപ്പൂപ്പൻ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയുടെ അച്ഛനും എന്ത് തന്നെ വിളിക്കാം, അപ്പൂപ്പൻ എന്ന് വിളിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ റിലേഷൻ ഞാൻ പറയുന്നത് എടുത്തിങ്ങനെ എഴുതാൻ കാര്യം തന്നെ. ഇപ്പൊ നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ അറിയാത്തവരുണ്ടോ, ഇങ്ങനെയൊക്കെ എഴുതേണ്ട കാര്യം ഉണ്ടോ എന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ റിലേഷൻസ് ആഡ് ചെയ്തേക്കുന്നത്. അടുത്ത് നോക്കിയേ, നെഫ്യൂ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഞാൻ കൊടുത്തിട്ടുണ്ട്. നെഫ്യൂവിന് മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് അനന്തരവൻ നമ്മൾ പറയൂലേ, അനന്തരവൻ എന്ന് പറയുന്ന കാറ്റഗറി, അതാണ് ഈ നെഫ്യൂ എന്ന് പറയാം. അനന്തരവൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പെങ്ങളുടെ മക്കള്, പെങ്ങളില്ലേ നമ്മുടെ സിസ്റ്ററിന്റെ മക്കള് ആൺമക്കളാണെങ്കിലാണ് പൊതുവെ നമ്മൾ എന്ത് പറയാ, നെഫ്യൂ അല്ലെങ്കിൽ അനന്തരവൻ എന്ന് പറയാം. ഇപ്പൊ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അവർക്കുണ്ടാവുന്ന കുഞ്ഞ് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിൽ പൊതുവെ ഞാൻ എന്ത് വിളിക്കും? അവൻ എൻ്റെ അനന്തരവനാണ് അല്ലെങ്കിൽ നെഫ്യൂ ആണെന്ന് വിളിക്കും അല്ലെ. അനന്തരവൻ അല്ലെങ്കിൽ നെഫ്യൂ എന്ന് വിളിക്കും. എന്നാൽ പെങ്ങളുടെ മകനെ മാത്രമല്ല നമ്മൾ നെഫ്യൂ എന്ന് വിളിക്കണ്ടേ. എനിക്കൊരു അനിയനുണ്ട്, അവനൊരു മോനുണ്ടായെന്ന് വിചാരിക്കുക, എനിക്കൊരു ചേട്ടനുണ്ട്, അവനും ഒരു മോനുണ്ടായെന്ന് വിചാരിക്കുക, അവരും ഒക്കെ എൻ്റെ ഏത് കാറ്റഗറിയിൽ പെടും? ഈ പറയുന്ന നെഫ്യൂ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുമെന്ന് ഓർത്തിരിക്കുക. കണ്ടോ, യുവർ ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് ആണ്, നിങ്ങളുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ മകൻ. അത് എടുത്ത് ശ്രദ്ധിക്കുക. ആൺകുട്ടിയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? നെഫ്യൂ എന്ന് വിളിക്കും. നെഫ്യൂ അല്ലെങ്കിൽ മലയാളത്തിൽ അനന്തരവൻ എന്ന് പറയും. ഇനി എൻ്റെ ബ്രദറിനുണ്ടായത് ഒരു പെൺകുഞ്ഞാണ്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിനുണ്ടായത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ അവർ നമ്മൾ എന്തായിരിക്കും? അനന്തരവൾ അല്ലെങ്കിൽ നീസ് എന്നാണ് വിളിക്കുക. നൈസ് എന്ന് ഇത് വായിക്കരുത്, ഇത് നീസ് എന്നാണ്
കേട്ടോ. അനന്തരവൾ അല്ലെങ്കിൽ നീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിടുക. നമ്മുടെ ബ്രദറിന്റെ അല്ലെങ്കിൽ സിസ്റ്ററിന്റെ മോളെ വിളിക്കുന്ന പേരാണെന്ത്? നീസ് എന്ന് പറയും. അപ്പൊ ചിലർക്കുള്ള കുറെ കാര്യം ഞാൻ ഇത് എടുത്ത് ഇങ്ങനെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇനി ഒന്ന് കാര്യം ശ്രദ്ധിച്ചേ. എടാ നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു സഹോദരൻ ഉണ്ട് എന്ന് വിചാരിക്കാം. നിങ്ങളുടെ അമ്മയുടെ സഹോദരൻ, അതായത് നിങ്ങളുടെ അങ്കിള്, അവർക്കൊരു മോനുണ്ട്. നിങ്ങളുടെ അമ്മയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അങ്കിളുടെ മോൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബ്രദർ അല്ല, കസിൻ ബ്രദർ ആണ് അല്ലെ. നിങ്ങളുടെ അങ്കിളിന്റെ മോൻ എന്ന് പറയുന്ന ഏത് കാറ്റഗറിയാണ്? കസിൻ ബ്രദർ ആണ്. എടാ ഈ കസിൻ ബ്രദറിന് ഒരു കുഞ്ഞുണ്ടായാലും ആ ആൺകുഞ്ഞാണെങ്കിൽ നെഫ്യൂ എന്നും പെൺകുഞ്ഞാണെങ്കിൽ എന്ത് വിളിക്കാം? നീസ് എന്നും വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സ്വന്തം സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ കൂടെ ആ കസിൻ കാറ്റഗറി വരുന്നവരുണ്ടല്ലോ, കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ, അവരുടെ കുഞ്ഞുങ്ങളും ആൺകുട്ടിയാണെങ്കിൽ നമുക്ക് നെഫ്യൂ എന്നും പെൺകുട്ടിയാണെങ്കിൽ നീസ് എന്നും വിളിക്കാൻ പറ്റും. ആ ഒരു കണക്ഷനും കൂടി ഉണ്ട്. ഈ പറയുന്ന നെഫ്യൂവും നീസും നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുള്ള മക്കളാവണമെന്നില്ല. ഓക്കെ അല്ലേ? ഇനി കസിൻ, സൺ ഓർ ഡോട്ടർ ഓഫ് യുവർ അങ്കിൾ ഓർ ഉണ്ട്. നമ്മുടെ അങ്കിളിന്റെ അല്ലെങ്കിൽ ആന്റിയുടെ മോൻ അല്ലെങ്കിൽ മോളെയാണ് നമ്മൾ പൊതുവെ കസിൻ എന്ന് പറയാം. എടാ ഇവിടെയും ഒരു കൺഫ്യൂഷനുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങളുടെ അച്ഛന്റെ സഹോദരങ്ങൾ ഉണ്ടല്ലോ, അച്ഛന്റെ സഹോദരങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേരുകൾ പലതാണ് അല്ലെ. ചില അച്ഛന്റെ മൂത്ത സഹോദരനെ വല്യച്ഛൻ എന്ന് വിളിക്കും, ഇളയതാണെങ്കിൽ ഇളയപ്പൻ എന്ന് വിളിക്കും. എടാ അങ്ങനെ കാറ്റഗറിയൊക്കെ മലയാളത്തിൽ ഉണ്ടെങ്കിലും കോമൺ ആയിട്ട് അവരൊക്കെ എന്താണ്? നമ്മുടെ അങ്കിൾ എന്നാണ്. അച്ഛന്റെ സ്ഥാനം ഒരിക്കും അല്ലെ. അച്ഛന്റെ ചേട്ടൻ എന്ന് പറയുമ്പോൾ അവർ അച്ഛന്റെ സ്ഥാനത്തിലാണ് മലയാളത്തിൽ വരുന്നതെങ്കിൽ കൂടെയും അവരെയും നമുക്ക് എന്ത് വിളിക്കാം? അങ്കിൾ എന്ന് വിളിക്കാൻ പറ്റും അല്ലെ. അങ്ങനെയാണെങ്കിൽ അവരുടെ മോൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരിക്കലും ബ്രദർ അല്ല, കസിൻ ബ്രദർ ആണെന്ന് ഓർക്കുക. ഓക്കെ അല്ലേ? കസിൻ ബ്രദർ ആണെന്ന് ഓർക്കുക. ഇപ്പൊ കോമൺ ആയിട്ട് കസിൻ ബ്രദറും സിസ്റ്ററും ഒക്കെ വേണമെങ്കിൽ കോമൺ ടേമിൽ കസിൻ എന്ന് പറയാം. എടുത്തു പറയുകയാണെങ്കിൽ കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്ന് പറയാനായിട്ട് പറ്റും. എടാ ഇനി ഫാദർ ഇൻ ലോ അല്ലെങ്കിൽ നമ്മുടെ അമ്മായിയപ്പൻ എന്ന് പറയുന്ന കാറ്റഗറി. ഫാദർ ഇൻ ലോട് ഞങ്ങളുടെ പൊതുവെ സ്പൗസ് ഫാദർ എന്ന് എഴുതിയിരിക്കുന്നത്. സ്പൗസ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് പാർട്ണറെ ഉദ്ദേശിക്കണേ. എടാ എൻ്റെ വൈഫിന്റെ അച്ഛൻ എനിക്ക് ആരായിരിക്കും? എൻ്റെ അമ്മായി അച്ഛനായിരിക്കും. അതുപോലെ എൻ്റെ വൈഫിന് എൻ്റെ അച്ഛൻ ആരായിരിക്കും? അവളുടെ അമ്മായി അച്ഛനായിരിക്കും. അതായത് നമ്മുടെ വൈഫിന്റെയോ ഹസ്ബൻഡിന്റെയോ അച്ഛനെ വിളിക്കുന്ന പേരാണെന്ത്? അമ്മായിയപ്പൻ അല്ലെങ്കിൽ ഫാദർ ഇൻ ലോ എന്ന് വിളിക്കും അല്ലെ. അമ്മായി അച്ഛൻ അല്ലെങ്കിൽ ഫാദർ ഇൻ ലോ. ഇവിടെയും ഞാൻ പറയുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമില്ലേ, ഒരച്ഛനും ഒരു അമ്മയ്ക്കും കൂടെ ആകെ ഒരു മോനേ ഉള്ളൂ. ആ മോൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് അവിടെ എക്സാക്ട്ലി മരുമകൾ തന്നെയാണ്. അതുപോലെ ആ പെണ്ണിന് എക്സാക്ട്ലി ഇവർ ഈ അച്ഛനും അമ്മയും ആരൊക്കെയാണ്? അമ്മായി അച്ഛനും അമ്മായി അമ്മയും തന്നെ. ഇതെന്റെ സ്വന്തം അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചോണ്ടൊക്കെ ഇരുന്നാലും കാര്യമില്ല. അവരെന്താണ്? അമ്മായി അച്ഛനാണ്, അമ്മായി അമ്മയാണ്. ഓക്കെ അല്ലേ? അവരെ പ്രത്യേകം എടുത്തു തന്നെ പറയാം. എടാ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അങ്ങനെ പറയുമ്പോൾ ശരിയാണ്, കാര്യം അങ്ങനെയാണല്ലേ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അത് അച്ഛനൊക്കെ ആയിട്ട് കാണണം അല്ലെങ്കിൽ അമ്മയായിട്ട് കാണണമെന്ന് കണ്ടാൽ മാത്രം മതി. ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് വിചാരിക്കുക? ഇതെന്റെ അച്ഛനല്ല, ഇതെന്റെ അമ്മായി അച്ഛനാണ്, ഇതെന്റെ അമ്മയല്ല, ഇതെന്റെ അമ്മായി അമ്മയാണ് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? അല്ലാണ്ട് ഇപ്പൊ ചിലർ ഭയങ്കര അറ്റാച്ച്ഡ്, സ്വന്തം വീട്ടുകാരെക്കാളും അമ്മായിച്ചോടും അമ്മായിമ്മയോടും അറ്റാച്ച്ഡ് ആയിട്ട് സ്വന്തം അച്ഛനായിട്ടും അമ്മയായിട്ടും കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവരോടാണ് ഞാൻ പറയാ, നിങ്ങൾ അങ്ങനെ കണ്ടോ? അങ്ങനെ കാണരുത്. നിങ്ങളുടെ കുടുംബജീവിതം പ്രശ്നം ഉണ്ടാക്കി അമ്മായിമ്മ പോലും ഉണ്ടാക്കണമെന്നോ അതല്ല ഞാൻ ഉദ്ദേശിക്കണേ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മൈൻഡ് കൊണ്ട് പഠിക്കുന്ന സമയത്ത് അവർ എന്തായിട്ട് തന്നെ കാണുക? ഇതെന്റെ അമ്മായിയച്ഛനാണ്, ഇതെന്റെ അമ്മായിയമ്മയാണ് എന്ന് തന്നെ കാണുക. ഓക്കെ അല്ലേ? എടാ അടുത്തത് മദർ ഇൻ ലോ. നമ്മുടെ എല്ലാവരുടെയും പെൺകുട്ടികളുടെ, എസ്പെഷ്യലി കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ആളായിരിക്കും അല്ലെ അമ്മായിയമ്മ അല്ലെങ്കിൽ മദർ ഇൻ ലോ എന്ന് പറയുന്ന കാറ്റഗറി. ഹസ്ബൻഡിന്റെ അമ്മയാവാം അല്ലെങ്കിൽ വൈഫിന്റെ അമ്മ എന്ന് പറയുന്ന ഏത് കാറ്റഗറിയിലാണ് വരിക? എടാ അമ്മായിയമ്മ അല്ലെങ്കിൽ മദർ ഇൻ ലോ എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. പറയാ പൊതുവെ അങ്ങനെയല്ലേ, കല്യാണം കഴിച്ച പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് രണ്ടാളുകളായിരിക്കും അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് വ്യക്തികൾ. അതിലൊന്ന് ഈ പറയുന്ന അമ്മായിയമ്മ അല്ലെങ്കിൽ മദർ ഇൻ ലോ എന്ന് കാറ്റഗറി ആയിരിക്കും. രണ്ടാമത്തെ ആരായിരിക്കും നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആരാണ്? എടാ ഹസ്ബൻഡിന്റെ പെങ്ങള് അല്ലെ. നമ്മുടെ ഹസ്ബൻഡിന്റെ പെങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്റ്റോറിയിലെ രണ്ടാമത്തെ വില്ലൻ ക്യാരക്ടർ അവരായിരിക്കും. ഒന്നാമത്തെ നമ്മുടെ ലീഡിങ് റോൾ അമ്മായിയമ്മയായിരിക്കും. രണ്ടാമത്തെ റോൾ എന്ന് പറയുന്നത് നാത്തൂൺ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടല്ലോ, അവർക്കായിരിക്കും നമ്മൾ രണ്ടാമത്തെ രണ്ട് വില്ലൻ റോളുകളായിരിക്കും പൊതുവെ കല്യാണം കഴിച്ച പെൺകുട്ടികളുടെ ജീവിതത്തിൽ പൊതുവേ കാണുന്നത്. അതിൽ ഒന്നാമത്തെ ഏറ്റവും ഹൈലൈറ്റ് വില്ലനാണ് നമ്മൾ ഈ പറയുന്ന മദർ ഇൻ ലോ. സെക്കൻഡ് ഹൈലൈറ്റ് ഇടക്കിടക്ക് വന്നു പോയിട്ട് ഇടക്കിടക്ക് വന്നിട്ട് ഒരു വിസിറ്റർ ആയിട്ടുള്ള ഒരു വില്ലൻ റോള് ആരാണ് ചെയ്യുക? അത് നാത്തൂർ എന്ന് പറയുന്ന കാറ്റഗറി അല്ലേ. സിസ്റ്റർ ഇൻ ലോ എന്ന് പറഞ്ഞൊരു കാറ്റഗറി അവര്. ഓക്കെ അല്ലേ?
എടാ ബ്രദർ ഇല്ലോ നമുക്കറിയാലോ, അളിയ, അതെ അളിയൻ, നമ്മുടെ സ്വന്തം അളിയൻ അല്ലെ. അളിയൻ എന്ന് പറയുമ്പോൾ ആരൊക്കെയാ അളിയൻ എന്ന് വരിക? എടാ നമ്മൾ വഴിയിൽ പോകുന്നവരെല്ലാം അളിയ എന്ന് വിളിക്കാറുണ്ട് അല്ലെ, വിളിക്കാറില്ലേ? നമ്മൾ അളിയ എന്നോട് വിശേഷം എന്നൊക്കെ ചോദിക്കാറുണ്ട്. എടാ അങ്ങനെയൊക്കെ ചോദിച്ചോ, പക്ഷെ നമുക്ക് അളിയൻ എന്ന് വിളിക്കണമെങ്കിൽ, ഇത് എന്റെ അളിയനാണെന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഒന്നെങ്കിൽ അയാൾ എന്റെ ഭാര്യയുടെ ആങ്ങളെ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എടാ നമുക്ക് കാണുന്നവരൊക്കെ അളിയനാ. നമ്മൾ കൂട്ടുകാർക്കിടയിലല്ല, ഫ്രണ്ട്സിനിടയിൽ പൊതുവെ ബോയ്സ് ആ അളിയ എവിടാന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ അളിയൻ വേണ്ട, ആ അളിയനല്ല ഉദ്ദേശിക്കണേ അല്ലെ. അതുപോലെ ഇപ്പോ ഇപ്പൊ ഒരു പരിചയമില്ലാത്ത ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡും നമ്മൾ കയറി അളിയാന്ന് വിളിക്കും. പെങ്ങള് ആ ഒരു നമ്മളെ പെങ്ങളായിട്ട് കാണുന്നു എന്നർത്ഥത്തിൽ അളിയാന്ന് വിളിക്കുന്നതാണ്. എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അളിയൻ എന്ന് റീസണിങ്ങിൽ അല്ല, നമ്മുടെ എക്സാമിന് അളിയൻ എന്ന് ചോദിച്ചാൽ ആ അളിയൻ എന്ന് പറയുന്ന ആരായിരിക്കും? നമ്മൾ ആ തിളക്ക സിനിമയില്ലേ, പെങ്ങളെ കെട്ടിയ ശ്രീധനത്തുക തരുമോ അളിയ, ആ സാധനം തന്നെ. പെങ്ങളെ കെട്ടിയ ശ്രീധനത്തുക തരുമോ അളിയ എന്ന് ചോദിച്ചാൽ നമ്മുടെ പെങ്ങളെ അയാൾ കെട്ടിയിരിക്കണം അല്ലെ, നമ്മുടെ സഹോദരിയുടെ ഭർത്താവ്. അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്കൊരു ആങ്ങള ഉണ്ടെങ്കിൽ അവനാണ് എൻ്റെ എൻ്റെ അളിയൻ. അവനാണ് എൻ്റെ അളിയൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരിക, അല്ലെങ്കിൽ ബ്രദർ ഇൻ ലോ എന്ന കാറ്റഗറിയിൽ വരിക. സ്പൗസ് ബ്രദർ ഓർ സിസ്റ്റേഴ്സ് ഹസ്ബൻഡ്, അതായത് നമ്മുടെ വൈഫിന്റെ ബ്രദർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിന്റെ, നമ്മുടെ പെങ്ങളുടെ ഹസ്ബൻഡ് ആവാം. അയാളായിരിക്കും നമുക്ക് ഇതിൽ വരിക, അളിയൻ എന്ന് വരിക. നമ്മളിപ്പോൾ ഓർത്തിരിക്കും, നമുക്ക് അളിയൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആ തിളക്കം സിനിമ ഓർക്കുക. തിളക്കം സിനിമയില് ദിലീപിന്റെ അളിയനാണ് ആര്? സലിം കുമാർ അല്ലെ. ദിലീപിന്റെ പെങ്ങളാണ് ആര്? ബിന്ദു പണിക്കരുടെ ഹസ്ബൻഡ് അല്ലേ സലിം കുമാർ. അപ്പൊ ആ രീതിയിൽ പെങ്ങളുടെ ഹസ്ബൻഡ് എന്ന രീതിയിലാണ് ദിലീപിന് സലിം കുമാർ അളിയൻ. അതുപോലെ വൈഫിന്റെ ബ്രദർ എന്ന രീതിയിലാണ് സലിം കുമാറിന് ദിലീപ് അളിയനായിട്ട് വരിക. അങ്ങനെയല്ലേ അവർ പാട് നടക്കണേ. മറ്റേ ഒരമ്മ വെച്ച അളിയന്മാരെ പോലെ ഉണ്ട് എന്നൊക്കെ പറയില്ലേ, ആ സാധനം. എടാ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹൈലൈറ്റ് ടീം എന്ന്, സിസ്റ്റർ ഇല്ലോ അല്ലെങ്കിൽ നാത്തൂൻ എന്ന് പറയുന്ന കാറ്റഗറി. എടാ സിസ്റ്റർ ഇല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിന്റെ പെങ്ങളായിരിക്കാം അല്ലെ, നമ്മുടെ ഹസ്ബൻഡിന്റെ പെങ്ങളായിട്ട് വരാം. അതുപോലെ എടാ നാത്തൂൻ കാറ്റഗറി വരുന്ന മറ്റാളുകളാണ്. എടാ എൻ്റെ വൈഫിന് ഒരു അനിയത്തി ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, എൻ്റെ വൈഫിന് ഒരു അനിയത്തി ഉണ്ട്, അല്ലെങ്കിൽ വൈഫിന് ഒരു ചേച്ചി ഉണ്ടെങ്കിൽ അവരൊരിക്കലും എന്താവില്ല, എൻ്റെ സ്വന്തം സിസ്റ്ററോ കാര്യങ്ങളോ ഒന്നും ആവൂല. അവരെ ഇവിടെ വേറൊരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്, സ്പൗസ് സിസ്റ്റർ, നമ്മുടെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ എന്ന രീതിയിൽ പറയാം. അതുപോലെ ബ്രദറിന്റെ വൈഫില്ലേ, അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ബ്രദറിന്റെ വൈഫില്ലേ, എടാ ഇപ്പൊ എനിക്കൊരു അനിയൻ ഉണ്ട് എന്ന് വിചാരിക്കാം. അവന്റെ വൈഫിനെ നമ്മൾ അനിയത്തി എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അവരെന്താണ് നമ്മളുടെ ഈ പറയുന്ന സിസ്റ്റർ ഇൻ ലോ എന്ന കാറ്റഗറിയിൽ, അല്ലെങ്കിൽ നാത്തൂൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. എടാ എനിക്കൊരു ചേട്ടനുണ്ട് എന്ന് വിചാരിക്കുക. എനിക്കൊരു ചേട്ടനുണ്ട്, അയാളുടെ വൈഫിനെ നമ്മൾ പൊതുവെ എന്തായിരിക്കും വിളിക്കുക? ആ ചേട്ടത്തി അമ്മ എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലെ. നമ്മുടെ ചേട്ടന്റെ വൈഫിനെ നമ്മൾ ചേട്ടത്തി അമ്മ എന്നൊക്കെ പറയാറുണ്ട്. എടാ ചേട്ടത്തി അമ്മ എന്നൊക്കെ പറഞ്ഞാൽ പോലും അവരും ഏത് കാറ്റഗറിയിലാ വരിക? ഈ പറയുന്ന സിസ്റ്റർ ഇൻ ലോ, നമ്മുടെ അളിയന്റെ സ്ഥാനം തന്നെയാണ് അവർക്കും കൊടുക്കുക. പെങ്ങളെ കെട്ടിയത് അളിയനാണെങ്കിൽ നമ്മുടെ ചേട്ടനെ കെട്ടിയത് അളിയത്തി എന്ന് മലയാളത്തിൽ പറയില്ലല്ലോ, അതിന് പകരമാണ് നമ്മൾ എന്ത് പറയാ? നാത്തൂൻ എന്ന് പറയാ. ഈ നാത്തൂന്റെ ഇംഗ്ലീഷ് വേർഡാണ് എന്ത്? സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുന്നത്. നാത്തൂന്റെ ഇംഗ്ലീഷ് വേർഡാണ് സിസ്റ്റർ ഇൻ ലോ. നമ്മുടെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ബ്രദറിന്റെ വൈഫ് ആവാം. അവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരണ? സിസ്റ്റർ ഇൻ ലോ അല്ലെങ്കിൽ നാത്തൂൻ എന്ന കാറ്റഗറിയിലാണ് വരിക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. എടാ ഈ സിസ്റ്റർ ഇൻ ലോയുടെ മലയാളം അല്ല അളിയൻ, ഈ ബ്രദറിന്റെ ആണ് ഞാൻ താഴേക്ക് എഴുതിയേക്കണം കേട്ടോ. അടുത്ത നമ്മുടെ സ്വന്തം ആരാണ്? സൺ ഇൻ ലോ അല്ലെങ്കിൽ നമ്മുടെ മരുമകൻ. എടാ മരുമകൻ എന്ന് പറയുമ്പോൾ അല്ലെ, മരുമകനെ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഈ പൊതുവെ ചില സ്ഥലങ്ങളിൽ, എല്ലായിടത്തും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, നമ്മുടെ പെങ്ങടെ മക്കളെയും ഇതെന്റെ മരുമകനാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താറുണ്ട്. നമ്മുടെ പെങ്ങടെ മക്കളെ മരുമകൻ എന്നൊക്കെ വെച്ച് തമിഴ്നാട് സ്റ്റൈല് മാമ എന്നൊക്കെ വിളിച്ച് പോകുന്ന കണ്ടിട്ടില്ലേ? പെങ്ങടെ മക്കള് പണ്ട് അങ്ങനെ മാമനെ കിട്ടുക എന്നുള്ള രീതിയിൽ പറയില്ല, എടാ മാമ എന്നൊക്കെ പറഞ്ഞ് ആ സാധനമല്ല കേട്ടോ ഇത്. സണ്ണില്ലോ എന്ന് വെച്ചാൽ നമ്മുടെ വ്യക്തമായ മരുമകൻ ബന്ധം തന്നെ വരണം. എടാ വ്യക്തമായ മരുമകൻ ബന്ധം വരണമെങ്കിൽ എനിക്കൊരു മോനുണ്ട് അല്ലെ, എനിക്കൊരു മോളുണ്ട്, അവിടെ ഹസ്ബൻഡ് എൻ്റെ മരുമകനാണ് അല്ലെ. എൻ്റെ മോളുടെ ഹസ്ബൻഡ് എൻ്റെ മരുമകൻ അല്ലെങ്കിൽ സണ്ണില്ലോ ആണ്. അതല്ലേ, അങ്ങനെയല്ലേ വരുള്ളൂ. അല്ലാണ്ട് വഴി കാണുന്നവരുടെയൊക്കെ മക്കളെ അല്ലെങ്കിൽ വഴി കാണുന്നവരെയൊക്കെ എന്താ പറയാ, അല്ലെ ഈ പറഞ്ഞ പെങ്ങടെ മക്കളെ എനിക്കൊരിക്കലും കയറി എന്ത് വിളിക്കാൻ പറ്റില്ല. എടാ മരുമകനാണെന്നൊക്കെ നമ്മൾ മലയാളത്തിലെ ടേം ആടാ. എടാ മലയാളത്തിലാണെങ്കിലും എക്സാക്ട് ടെക്നിക്കൽ ടേമിൽ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ബന്ധം എടുക്കുക. നമ്മളെ മരുമകൻ എന്ന് പറയണമെങ്കിൽ
നമ്മുടെ മരുമകൻ എന്ന് പറയണമെങ്കിൽ അയാൾ ഉറപ്പായിട്ടും എന്തായിരിക്കണം? നമ്മുടെ മോളെ കെട്ടിയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്റെ മോളെ കെട്ടാത്ത ഒരുത്തനെ എനിക്ക് എന്ത് വിളിക്കാൻ പറ്റില്ല? എന്റെ മരുമകനാണെന്ന് പറയാൻ പറ്റൂല. ക്ലിയർ അല്ലേ? അടുത്ത നോക്കടാ, ഡോട്ടർ ഇൻ ലോ അല്ലെങ്കിൽ മരുമകൾ എന്ന കൺസെപ്റ്റ്. ഇപ്പൊ ഇത് മരുമകൾ എന്ന കൺസെപ്റ്റ് നേരത്തെ നമ്മള് എന്താ പറയാ, അമ്മായിയമ്മ, മദർ ഇൻ ലോ എന്ന കോൺസെപ്റ്റ് പറഞ്ഞു നമ്മുടെ ഫാമിലിയിലെ 2 വില്ലൻ ക്യാരക്ടേഴ്സ് ആണ് മദർ ഇൻ ലോയും നാത്തൂനും എന്ന് പറഞ്ഞു. അതുപോലെ അമ്മായിയമ്മയുമായിട്ടുള്ള ജീവിതത്തിൽ അമ്മായിമ്മമാരുടെ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലത്തിയാണ് ഈ വരുന്ന അവതാരം. ആരാണത്? ഡോട്ടർ ഇൻ ലോ അല്ലെങ്കിൽ മരുമകൾ എന്ന കാറ്റഗറി അല്ലെ? ഡോട്ടർ ഇൻ ലോ അല്ലെങ്കിൽ മരുമകൾ എന്ന കാറ്റഗറി. എടാ, മരുമകൾ എന്ന് പറയണമെങ്കിൽ ഉറപ്പായിട്ടും എന്റെ മോൻ ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വന്നാൽ അല്ലെ, എന്റെ മോന്റെ ഭാര്യയാണ് ഞാൻ എന്ത് വിളിക്കുക? മരുമകൾ എന്ന് വിളിക്കുക. എന്റെ മോന്റെ ഭാര്യനെ വിളിക്കുന്ന പേരായിരിക്കും എന്ത്? എന്റെ മരുമകൾ. ഇതാണ് ഞാൻ പറയും മരുമകൾ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ വേറെ ടൈമുണ്ട്. ചില സ്ഥലങ്ങളിൽ പെങ്ങടെ മക്കളെ, പെൺമക്കളാണെങ്കിൽ അവരെ മരുമകൾ എന്ന് പറയാറുണ്ട്. എടാ, അത് മരുമകളല്ല കേട്ടോ. ഈ രീതിയിൽ തന്നെ ചിന്തിക്കുക. എന്റെ മോന്റെ ഭാര്യ എനിക്കെന്താണ്? മരുമകൾ അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോ. എന്റെ പിന്നെന്താണ്? എന്റെ മോളുടെ ഭർത്താവ്, എന്റെ മോളുടെ ഭർത്താവ് എനിക്ക് സണ്ണിലോ അല്ലെങ്കിൽ മരുമകൻ. എടാ, ഇത്രയുമാണ് ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറെ റിലേഷൻസ്. അതിൽ എടുത്തു പറഞ്ഞ ഞാൻ കാര്യം, ഫാദറും മദറും ഒക്കെ എല്ലാവർക്കും അത്യാവശ്യം അറിയാമായിരിക്കും. ഈ ബ്രദറും സിസ്റ്ററും എടുത്ത് ഞാൻ പറയുന്നു, നമ്മുടെ സ്വന്തം അമ്മയുടെ വയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പിറന്നവർ മാത്രമാണ് ഇംഗ്ലീഷ് കാറ്റഗറിയിലും മലയാളത്തിലും പറഞ്ഞാൽ നമ്മുടെ ബ്രദർ അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ സഹോദരി. ബാക്കി വരുന്നതൊക്കെ പുറമ്പോക്കാണ് നല്ല ഉദ്ദേശിക്കുന്നത്. അവരും നമുക്ക് ബ്രദറാണ് അല്ലെങ്കിൽ അവരും നമുക്ക് സിസ്റ്റർ ആണ്. പക്ഷെ അതെന്താണ്? കസിൻ ബ്രദർ അല്ലെങ്കിൽ കസിൻ സിസ്റ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിലായിരിക്കും വരിക. അതുപോലെ നമ്മുടെ സ്വന്തം മോനും മോളും മാത്രമേ നമുക്ക് മകൻ അല്ലെങ്കിൽ മകൾ എന്ന് പറയാൻ പറ്റുള്ളൂ. കേട്ടോ, സ്വന്തം മോനും മോളും ഒക്കെ മകൻ അല്ലെങ്കിൽ മകള് എന്ന് പറയാൻ പറ്റും. ചിന്ന വീട്ടിൽ ഉണ്ടായതാണെങ്കിലും ഒക്കെ മകനും മകളും ഒക്കെയാണ്, അത് സെറ്റാണ്. എന്നാലും ഈ പറഞ്ഞ രീതിയിലുള്ള മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന മകനും മകളും ഇല്ല. ഓക്കെ, ഇവിടെ ഇപ്പൊ ചിലർ വിചാരിക്കുന്നുണ്ട് സ്വന്തം മോനും മോളും അങ്ങനെയൊക്കെ ഉണ്ടാവോ? അങ്ങനെ മീൻസ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ മറ്റേ ബാലേട്ടൻ സിനിമയിലൊരു ഇതില്ലേ, എനിക്ക് അവിടെ ഒരു വീട് കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതും ശരിക്കും മകനും മകളും തന്നെയാണ്. അതൊക്കെ അത് മനസ്സിലായോ? അത് അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചേട്ടനൊരു മോനുണ്ടെങ്കിൽ എന്റെ മോനാണെന്ന് പറയാൻ പറ്റൂല, നമ്മുടെ പെങ്ങടെ മോൻ എന്റെ മോനാന്ന് പറയാൻ പറ്റൂല. നമ്മുടെ സ്വന്തം ചോരയിൽ പിറന്നാലേ എന്റെ മോൻ അല്ലെങ്കിൽ മോൾ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും, ആ ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള അച്ഛൻ്റെ അച്ഛനായാലും അമ്മയുടെ അച്ഛനായാലും ഗ്രാൻഡ് ഫാദർ ആണ്. അച്ഛൻ്റെ അമ്മയായാലും അമ്മയുടെ അമ്മയായാലും ഗ്രാൻഡ് മദർ ആണ്. അങ്കിളും ഓണ്ടും ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. അങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന അമ്മയുടെ ബ്രദർ വരാം, അമ്മയുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് നമുക്ക് അങ്കിളാണ്. അതുപോലെ അച്ഛന്റെ ബ്രദർ നമുക്ക് അങ്കിളാണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ആന്റ് അല്ലെങ്കിൽ ഓണ്ട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, ആന്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അച്ഛന്റെ സഹോദരിമാർ നമുക്ക് ആന്റിയാണ്. അതുപോലെ അമ്മയുടെ സഹോദരിമാരും നമുക്ക് ആന്റിയാണ്. ഓക്കെ അല്ലേ? പിന്നെന്താടാ പറയാ, നെഫ്യൂ എന്ന് പറയുമ്പോൾ പെങ്ങളുടെ, നമ്മുടെ സ്വന്തം പെങ്ങളുടെ അല്ലെങ്കിൽ സ്വന്തം പെങ്ങൾ മാത്രമല്ല, അവിടെ വരെ കസിൻ സിസ്റ്ററോ കാര്യങ്ങളോ ഒക്കെ വരാം. അതുപോലെ നമ്മുടെ ബ്രദറിന്റെ അല്ലെങ്കിൽ കസിൻ ബ്രദറും ഒക്കെ വന്നാലും അവരുടെ മക്കൾ ആൺമക്കളാണെങ്കിൽ അതിനെ നെഫ്യൂ എന്നും, പെൺകുട്ടിയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? ആ നീസ് എന്ന് വിളിക്കാം. കസിൻ എന്ന് പറഞ്ഞ കാറ്റഗറി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫാദർ ഇൻ ലോ എപ്പോഴും ഓർക്കുക, ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന്റെ അച്ഛൻ. ഓക്കെ അല്ലേ? മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിന്റെ അമ്മ. പിന്നെ ബ്രദർ ഇൻ ലോ, അളിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് നമുക്ക് അളിയനാണ്. പിന്നെന്താണ് വരിക? അളിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് വരാം. അതുപോലെ തന്നെ പിന്നെ സ്പൗസിന്റെ ബ്രദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സ്പൗസിന്റെ ബ്രദർ നമുക്ക് എന്തായിട്ട് വരാം? അളിയൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരാനായിട്ട് പറ്റും. അളിയന്റെ കാറ്റഗറിയിലേക്ക് വരാം. നമ്മുടെ വൈഫിന്റെ ആങ്ങളെയും അളിയനായിരിക്കും. പിന്നെ സിസ്റ്റർ ഇൻ ലോ, നാത്തു, ഞാൻ പറഞ്ഞില്ലേ ഫേവറേറ്റ് ഐറ്റം, അതെന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ, ഹസ്ബൻഡിന്റെ പെങ്ങള് വരാം. അതുപോലെ നമ്മുടെ ബ്രദറിന്റെ വൈഫ്, എന്റെ അനിയന്റെ ഭാര്യ, ചേട്ടന്റെ ഭാര്യ ഒക്കെ എനിക്ക് ഈ പറയുന്ന സിസ്റ്റർ ഇൻ ലോ അല്ലെങ്കിൽ നാത്തൂൻ എന്ന കാറ്റഗറിയാണ്. ചേട്ടത്തി അമ്മയാണെന്നൊന്നും പറഞ്ഞ് ചാടിക്കളിക്കരുത്. ഈ ചേട്ടത്തി അമ്മ എന്ന് പറയുന്ന ആ ചാടിക്കളിക്കുന്ന ചില ടീമുണ്ട്, ചിലരെ തർക്കിക്കും. അതെങ്ങനെയാ നാത്തൂൻ വരെ? അത് ചേട്ടത്തി അമ്മ എന്ന് പറയുന്ന കാറ്റഗറി
കാറ്റഗറിയിലല്ലേ വരാന്ന്. എടാ ചേട്ടത്തിയമ്മ എന്നൊന്നും ടേം ഇംഗ്ലീഷിൽ ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ മലയാളത്തിലും ടെക്നിക്കൽ ടൈമിൽ നമ്മൾ ഈ പരീക്ഷയ്ക്കൊന്നും ചോദിക്കുമ്പോൾ ചേട്ടത്തിയമ്മ ഏട്ടത്തിയമ്മയൊന്നും ഇല്ല. അവരെല്ലാം പൊതുവെ എന്തിനാ പറയാ, നാത്തൂണെന്ന് തന്നെയാ പറയാ. ചിലർക്ക് ഇത് പിടിക്കില്ല. കാരണം ചില സ്ഥലങ്ങൾ അങ്ങനെ നാത്തൂൺ വേറെ ചേട്ടത്തിയമ്മ രണ്ടും രണ്ട് കാറ്റഗറി. എനിക്കും അറിയാം, ഞാനും അങ്ങനെ തന്നെയാണ് മലയാളത്തിൽ പഠിച്ചിട്ടുള്ളതും പറയുന്നതും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. പക്ഷെ നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് വ്യൂവിൽ തന്നെ പറയാ ചേട്ടത്തിയമ്മ വേറെ നാത്തൂൻ വേറെ കേട്ടോ. ചേട്ടത്തിയമ്മ എന്ന ടൈം വേണ്ട, അത് നാത്തൂൻ എന്ന കാറ്റഗറി തന്നെ എടുക്കുക. അതുപോലെ ഡോട്ടർ ഇല്ലോ എന്ന് പറയുന്നത് മരുമകളാണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഡോട്ടർ ഇല്ലോ എന്ന് പറയുന്നത് മരുമകൾ. മരുമകൾ എന്ന് പറയുമ്പോൾ മോന്റെ ഭാര്യയായിരിക്കും. എടാ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, only son of my grandfather. എൻ്റെ അപ്പാപ്പന്റെ ഒരേ ഒരു മോനെന്ന് പറഞ്ഞാൽ only son of my grandfather അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പന്റെ ഒരേ ഒരു മോനെന്ന് പറയുന്ന ഉറപ്പായിട്ടും ആരായിരിക്കും? എൻ്റെ അച്ഛനായിരിക്കും അല്ലെ. എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരേ ഒരു മോനെന്ന് പറഞ്ഞാൽ അത് എൻ്റെ അച്ഛനായിരിക്കും. അതുപോലെ എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരേ ഒരു മോള്, എടാ ഒള്ളി ഇവിടെയാ വരണ്ട കേട്ടോ. എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരേ ഒരു മോളെന്ന് പറഞ്ഞാൽ അതെൻ്റെ അമ്മയുമായിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരേ ഒരു മോനെന്ന് പറഞ്ഞാൽ അത് എൻ്റെ അച്ഛൻ. എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരേ ഒരു ഡോട്ടർ എന്ന് പറഞ്ഞാൽ അതെൻ്റെ അമ്മ. ഇത്രയുമാണ് ബേസിക് ആയിട്ട് ബ്ലഡ് റിലേഷനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എങ്ങനെയാണ്, ആ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, വരച്ച് ചെയ്യുന്ന ഒരു മെത്തേഡൊക്കെയാണ് അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. സോ താങ്ക് യു.